മലപ്പുറം നഗരസഭയിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ്. പാണക്കാട് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി ലീഗ് റിബലായി വന്ന സ്ഥാനാർത്ഥി കോണി ചിഹ്നവുമായി ഔദ്യോഗിക സ്ഥാനാർത്ഥിയുമായി മാറി. 24-ാം വാർഡിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ മഹിളാ കോൺഗ്രസ് നേതാവ് റിബലായി വന്നു. മലപ്പുറം നഗരസഭയിലെ 45 വാർഡുകളിലും ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായെങ്കിലും അവസാനമായപ്പോഴേക്കും ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ഇത്തിൽപ്പറമ്പ് വാർഡിൽ ലീഗ് റിബലായി വന്ന സ്ഥാനാർത്ഥി അടുത്ത ദിവസം കോണി ചിഹ്നത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മാറി. തൊട്ടടുത്ത മുതുവത്ത് പറമ്പിൽ പാണക്കാട് നിന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയ ധാരണ പ്രകാരം വെൽഫെയർ പാർട്ടിക്ക് നൽകി. 33-ാം വാർഡിൽ സൗദത്ത് തയ്യിലിനെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി അവരെ മാറ്റി ഷിറിൻ ഇർഫാനാണ് ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി. നഗരത്തിന്റെ ഹൃദയഭാഗമായ കോട്ടപ്പടി വാർഡിലാണ് ഇനി UDFന് സ്ഥാനാർത്ഥി അവശേഷിക്കുന്നത്. UDF ധാരണ പ്രകാരം വെൽഫെയർ പാർട്ടിക്ക് അനുവദിച്ച ഈ സീറ്റിൽ പൊതുസമ്മതയായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വരികയെന്നും ഇന്ന് തന്നെ തീരുമാനമുണ്ടാവുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. അതേസമയം വാർഡ് 24-ൽ വലിയ വരമ്പിൽ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ഹർഷദ് CT-യാണ് UDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ LDF കോട്ടയായ കൈനോട് വാർഡിൽ മത്സരിച്ച മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുജാത പരമേശ്വരൻ റിബൽ സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചു. ഇടതു കോട്ടയായ കൈനോട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇത്തവണ ഷുവർ സീറ്റ് നൽകുമെന്ന വാഗ്ദാനം നേതൃത്വം ലംഘിച്ചെന്നാരോപിച്ചാണ് സുജാതയുടെ കടന്നുവരവ്. 1995-ൽ നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച തന്നെ വിമത സ്ഥാനാർത്ഥിയെ നിർത്തി പരാജയപ്പെടുത്തിയവരാണ് ഇപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പിന്നണിക്കാരെന്ന് സുജാത പരമേശ്വരൻ പറയുന്നു. ഇത് കാലത്തിന്റെ കാവ്യനീതിയായി കണ്ടാൽ മതിയെന്നും 35 വർഷം വാർഡിൽ താൻ നടത്തിയ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ വിശ്വാസവും തന്നെയാണ് തന്റെ ആത്മവിശ്വാസമെന്നും സുജാത പറഞ്ഞു. ഏതായാലും വലിയ വരമ്പിൽ വലിയ പോരാട്ടത്തിന് തന്നെ പോർക്കളം മുറുകുകയാണ്. അനുരഞ്ജന ചർച്ചകൾ അവസാനിച്ചിട്ടില്ല എന്നും സമവായങ്ങളിൽ എത്തിയേക്കാമെന്നുമാണ് UDF കേന്ദ്രങ്ങളിൽ നിന്നും അറിയാനാവുന്നത്. ഇത് UDF ചെറിയ രീതിയിലെങ്കിലും വോട്ടുകളിൽ വിള്ളൽ വരുമെന്ന് തീർച്ചയാണ്. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഇവിടെ ത്രികോണ മത്സരമായി മാറും. കഴിഞ്ഞ തവണ 6 വോട്ടിന് മാത്രം ജയിച്ച വാർഡിൽ ഇത്തവണ വിഭജനത്തിൽ 120-ൽ അധികം UDF വോട്ടുകൾ ഈ വാർഡിൽ കൂടി എന്നത് UDFന് പ്രതീക്ഷ നൽകുന്നു. ഹൃദയ പ്രസാദ്, SS ന്യൂസ്, മലപ്പുറം.